തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി കോർപ്പറേഷൻ വാങ്ങിയ 113 ഇലക്ട്രിക് ബസ്സുകൾ പിടിച്ചെടുക്കാൻ കോർപ്പറേഷന്റെ മിന്നൽ നീക്കം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുതിയ കോർപ്പറേഷൻ ഭരണസമിതി അധികാരമേറ്റതിന് പിന്നാലെ കോർപ്പറേഷൻ മേയർ വി രാജേഷ് ആവശ്യപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരാവശ്യമായിരുന്നു കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷനിലെ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷൻ വാങ്ങിയ കോർപ്പറേഷന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച 113 ഇലക്ട്രിക് ബസ്സുകൾ അത് കോർപ്പറേഷൻ പരിധി വിട്ട് ജില്ല വിട്ട് മറ്റിടങ്ങളിൽ സർവീസ് നടത്തുന്ന KSRTCയുടെ നടപടി അവസാനിപ്പിക്കണമെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ സർവീസുകൾ കഴിഞ്ഞിട്ടു മതി മറ്റിടങ്ങളിലേക്ക് ആ ബസ്സുകൾ സർവീസ് നടത്തുന്നത് എന്നുമായിരുന്നു കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് 2 ദിവസമായി ആവശ്യപ്പെട്ടിട്ടും ഒരക്ഷരം മറുപടി പറയാനോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിനോ KSRTC തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോർപ്പറേഷന്റെ സ്വന്തം ബസ്സുകൾ പിടിച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ കോർപ്പറേഷൻ തീരുമാനിക്കാൻ പോകുന്നത്. അതിനുള്ള നീക്കങ്ങളിലേക്ക് കോർപ്പറേഷൻ നടത്തുന്നത്. ഇതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ മേയർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്ര നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ കൂടെ സഹായത്തോടുകൂടി കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 113 ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ലഭിച്ചത്. എന്നാൽ ഈ ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷൻ പരിധിയിൽ സർവീസ് നടത്തുന്നതിന് പകരം ഇടുക്കിയിലേക്ക്, കട്ടപ്പനയിലേക്ക്, കൊല്ലത്തേക്ക്, കോട്ടയത്തേക്ക് ഒക്കെ തന്നെ സർവീസ് നടത്താനാണ് KSRTC തീരുമാനിച്ചത്. ചുരുങ്ങിയ ബസ്സുകൾ മാത്രമാണ് തലസ്ഥാന കോർപ്പറേഷൻ പരിധിയിൽ സർവീസ് നടത്തുന്നത്. തലസ്ഥാന കോർപ്പറേഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും തലസ്ഥാനത്തെ ജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനും പ്രത്യേകിച്ച് വലിയ ബസ്സുകൾ പോകാത്ത ഇട റോഡുകൾ അടക്കമുള്ളവ നിരവധിയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് ഒരു സിറ്റി സർവീസ് എന്ന നിലയ്ക്ക്, ഒരു സിറ്റി ചെയിൻ സർവീസ് എന്ന നിലയ്ക്ക് ഈ ബസ്സുകൾ ഓടിച്ചാൽ വലിയ ആശ്വാസം തലസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാകും. അവരുടെ സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കാൻ കഴിയും. ഓട്ടോയ്ക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും കൊടുക്കുന്ന, മറ്റ് യാത്രാ ചെലവുകൾക്കും കൊടുക്കുന്ന ഭീമമായ തുക അവർക്ക് സേവ് ചെയ്യാൻ കഴിയും, അവർക്കത് ലാഭിക്കാൻ കഴിയും. ഇതൊക്കെയായിരുന്നു ഈ ഇലക്ട്രിക് ബസ്സുകൾ തലസ്ഥാന കോർപ്പറേഷനിൽ ഇറക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ അന്നത്തെ കോർപ്പറേഷനും ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ ബസ്സുകൾ കേരളത്തിലേക്ക് എത്തി, ഈ ബസ്സുകൾ കോർപ്പറേഷന് കൈമാറി. KSRTC ആകട്ടെ ഈ ബസ്സുകളെ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നു ശബരിമല കാലത്ത്. അതുപോലെ ഇടുക്കിയിലും പീരുമേട്ടിലും ഇടുക്കിയിലെ കട്ടപ്പനയിലും മറ്റ് മേഖലകളിലുമൊക്കെ സർവീസ് നടത്തുന്നു. എന്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി വാങ്ങിയ ഈ ബസ്സുകൾ കട്ടപ്പനയിലേക്ക് സർവീസ് നടത്തുന്നത്? ഈ ചോദ്യത്തിന് യാതൊരു ഉത്തരവുമില്ല. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര തുടങ്ങിയ മുനിസിപ്പാലിറ്റി പരിധികളിലാണ് പ്രധാനമായും ഈ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇക്കാര്യം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടും ഇത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് KSRTCയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അനങ്ങാപ്പാറ നയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തങ്ങളുടെ ബസ്സുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. KSRTC മന്ത്രി, അതായത് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ ഇതേക്കുറിച്ച് കാമാന്നൊരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടില്ല. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ എടുത്തുചാടി നിലപാടറിയിക്കുന്ന ഒരു മന്ത്രിയാണല്ലോ KV ഗണേഷ് കുമാർ. എന്തുകൊണ്ടാണ് ഇത്രത്തോളം കാതലായ ഒരു വിഷയം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ പറഞ്ഞിട്ടും അതിൽ ഒരു അഭിപ്രായം പറയാൻ ഗതാഗത മന്ത്രി ഇതുവരെ തയ്യാറാകാത്തത്? എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, KSRTCയിൽ നിന്ന് 113 ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ആ നിലപാടിൽ മാറ്റമില്ല എന്ന് വി രാജേഷ് തന്നെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. അതേസമയം കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഈ വാഹനങ്ങൾ ഓടിച്ചാൽ ലാഭമുണ്ടാകില്ല എന്നും ഇവ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷന്റെ അതിർത്തി ഭാഗങ്ങളില്ല എന്നും അതുകൊണ്ട് കോർപ്പറേഷന്റെ പുറത്തേക്ക് മറ്റ് മുനിസിപ്പാലിറ്റികളിലേക്ക് ഈ ബസ്സുകൾ സർവീസ് നടത്തിയാൽ മാത്രമേ ഇവ കൃത്യമായി ചാർജ് ചെയ്യാനും അതിലൂടെ കോർപ്പറേഷൻ ഈ ബസ്സുകൾ ഓടിച്ച് ലാഭമുണ്ടാക്കാനും കഴിയൂ എന്നാണ് KSRTCയുടെ പക്ഷം. അതേസമയം ഇത് പറയുന്നത് കേട്ടാൽ ലാഭത്തോട് ലാഭമുണ്ടാക്കി കേരളത്തിലെ ഖജനാവ് മുഴുവൻ നിറയ്ക്കുന്നത് ഈ KSRTC ആണ് തോന്നും. സർക്കാരിലെ പണമെടുത്താണ് മാസം തോറും ശമ്പളം കൊടുക്കുന്നത്. സർക്കാരിന്റെ നികുതി പണമെടുത്ത്, ഖജനാവിലെ പണമെടുത്ത് വർഷാവർഷം മാസാമാസം കൊടുക്കുന്നത് കൊണ്ടാണ് KSRTC നിലനിന്ന് പോകുന്നത് തന്നെ.
ആ KSRTC ആണ് പറയുന്നത് ഈ 113 ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ ഓടിച്ചാൽ ലാഭമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിന് പുറത്തേക്ക് ഓടിക്കുന്നത്. തിരുവനന്തപുരത്ത് ഓടിക്കാനായി വാങ്ങിയ ബസ്സുകൾ കട്ടപ്പനയിലേക്കും ഇടുക്കിയിലേക്കും പീരിമേട്ടിലേക്കും എന്തിനു പോകുന്നു എന്ന ചോദ്യത്തിനും ഒരു മറുപടിയുമില്ല. എന്തായാലും 113 ഇലക്ട്രിക് ബസ്സുകൾ ഇനി തലസ്ഥാന നഗരത്തിൽ മാത്രം ഓടിയാൽ മതി എന്ന അതിശക്തമായ നിലപാടുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. KSRTC മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാട് കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.